5 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലുടനീളം വിചിത്രമായ ഒരു സോംബി വൈറസ് പടർന്നു പിടിക്കുന്നതോടെയാണ് ചലച്ചിത്രം ആരംഭിക്കുന്നത്. ആ വൈറസ് മനുഷ്യരെ അപകടകാരികളായ സോംബികളാക്കി മാറ്റി. ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണുകൊണ്ടിരുന്നു. വൈറസ് ചൈനയിൽ നിന്ന് വന്നതാണെന്ന് ചിലർ വിശ്വസിച്ചപ്പോൾ മനുഷ്യരുടെ തെറ്റായ പ്രവർത്തികൾക്ക് ദൈവം നൽകിയ ശിക്ഷയാണിത് എന്നായിരുന്നു കുറെ പേരുടെ വിശ്വാസം. വൈറസിനെ തടയാൻ സോംബികൾ നിറഞ്ഞ ഒരു നഗരം തന്നെ നശിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പല മാർഗങ്ങളും സർക്കാർ പയറ്റി നോക്കി. പക്ഷേ രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ സോംബികളുടെ പ്രദേശങ്ങൾക്ക് ചുറ്റും സർക്കാർ ഒരു വലിയ മതിൽ പണിയുകയും അതിനെ ക്വാറന്റൈൻ സോൺ എന്ന് വിളിക്കുകയും ചെയ്തു. ഈ മേഖലയ്ക്ക് പുറത്തുള്ള സോംബികളെ വേട്ടയാടാനും അതിജീവിച്ചവരെ രക്ഷിക്കാനും അവരൊരു പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചു. ഒരു ദിവസം ഒരു കൊച്ചു പെൺകുട്ടി വീട്ടിലെത്തിയപ്പോൾ കണ്ടത് വീടാകെ തകർന്നു കിടക്കുന്നതും മറ്റുമായിരുന്നു. മാതാപിതാക്കളെ കാണുന്നുമില്ല. ഏകാന്തത അനുഭവപ്പെട്ട അവൾ TV ഓൺ ചെയ്തു. ടിവിയിൽ റീ എന്ന പ്രോഗ്രാം പോവുകയായിരുന്നു. അതിൽ ഔർ ഡിവിഷൻ എന്ന പ്രത്യേക സ്വാട്ട് ടീം ക്വാറന്റൈൻ സോണിന് പുറത്തെ സോംബികളെ വേട്ടയാടുകയാണ്. അതിന്റെ ലൈവ് ഫൂട്ടേജുകളായിരുന്നു ആ പരിപാടിയിലൂടെ പ്രദർശിപ്പിച്ചിരുന്നത്. റീക്കിൽ എന്നാണ് ആ പരിപാടിയുടെ മുഴുവൻ പേര്. അവൾ അത് നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. സ്വാട്ട് ടീം അവതാരികയായ എറിക്ക ഹാമിൽട്ടനൊപ്പം അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഒരു സോംബി ആക്രമണം നടന്നതായി ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അവിടം പരിശോധിക്കാനാണ് ഔർ ഡിവിഷൻ സ്വാട്ട് ടീം കടന്നു ചെല്ലുന്നത്. അവിടെ റോഡിൽ പല സാധനങ്ങളും ചിതറിക്കിടക്കുന്നത് അവർ കണ്ടു. കൂടെ നിലവിളി ശബ്ദങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. സാഹചര്യം വളരെ മോശമാണെന്ന് അവിടെത്തി അവർക്ക് തോന്നി. അപ്പോഴാണ് പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ബേബി കാരേജ് സ്വയം അങ്ങോട്ടേക്ക് ഉരുണ്ടുവന്നത്. തൊട്ടുപുറകെ എല്ലാ വശങ്ങളിൽ നിന്നും സോംബികൾ ആക്രമിക്കാൻ തുടങ്ങി. പ്രത്യേക സേന പെട്ടെന്ന് തന്നെ സോംബികൾക്ക് നേരെ വെടിയുതിർത്തു. ശക്തമായ ഏറ്റുമുട്ടൽ. ഇതിനിടയിൽ അവരുടെ ടീമിൽ ഒരാൾക്ക് കടിയേറ്റപ്പോൾ അവർക്കുടൻ തന്നെ അയാളെ വെടിവെക്കേണ്ടി വന്നു. കാരണം ഒരാൾക്ക് കടിയേറ്റാൽ 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് അയാൾ പൂർണ്ണമായും ഒരു സോംബിയായി മാറും. കുറച്ച് സമയത്തിനു ശേഷം അവിടെ നടന്ന ഏറ്റുമുട്ടലുകൾക്കിടയിൽ അവർ ജീവനോടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ കണ്ടെത്തി. പക്ഷേ നൂറുകണക്കിന് സോംബികൾ പലയിടത്തായി അങ്ങോട്ടേക്ക് പാഞ്ഞെത്തുകയാണ്. അതോടെ ഇറയ്ക്കും സംഘത്തിലെ ജീവൻ ബാക്കിയായ ഒരു സേനാംഗത്തിനും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി. അവരൊരു കാറെടുത്ത് വേഗത്തിൽ അവിടെ നിന്ന് പാഞ്ഞു. അവർ രക്ഷപ്പെട്ടു പോയെങ്കിലും ഇറക്കയോടൊപ്പം ഉണ്ടായിരുന്ന ക്യാമറാമാനെ സോംബി കടിച്ചിരുന്നു. അവസാനം ഇറയ്ക്കും കടിയേറ്റു. അവൾ സോംബിയായി മാറുന്നത് തടയാൻ പ്രത്യേക സേനാംഗത്തിന് അവളെ വെടിവെക്കേണ്ടി വന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷോപ്പിംഗ് മാളിലെ എല്ലാ സോംബികളെയും വധിക്കുവാൻ അങ്ങോട്ടേക്ക് പ്രത്യേകമായി നിയോഗിച്ച സംഘത്തിന് സാധിച്ചിരുന്നു. ആ ഒരു സംഭവത്തിൽ എറിക്ക ഹാമിൽട്ടനും അവർ ഡിവിഷനിലെ 8 അംഗങ്ങളും ഉൾപ്പെടെ 152 അംഗങ്ങളും മരണപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. തൊട്ടുപുറകെ പ്രദേശം വൃത്തിയാക്കാൻ സർക്കാർ അങ്ങോട്ടേക്ക് കൂടുതൽ സഹായം അയച്ചു. ഏകദേശം 480ഓളം സോംബികളെ സോംബി ഔട്ട് ബ്രേക്ക് നിയന്ത്രിക്കാൻ അങ്ങോട്ടേക്ക് നിയോഗിച്ച പ്രത്യേക സേന വധിച്ചതായി വാർത്തകളും പുറത്തു വന്നിരുന്നു. അവർ ഡിവിഷൻ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിരുന്നു ഇത്. അതിനാൽ ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കുവാൻ കൂടുതൽ ശക്തമായി പോരാടണം എന്ന് അവർ ഡിവിഷൻ പ്രതിജ്ഞ ചെയ്തു. അതേസമയം ഡിവിഷൻ ആസ്ഥാനത്ത് ടീം അവരുടെ അടുത്ത ദൗത്യത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. പുതിയൊരു അവതാരകൻ അവരുടെ ടീമിലേക്ക് എത്തി. ജിമ്മി എന്നായിരുന്നു അയാളുടെ പേര്. പുതിയ അംഗങ്ങളെ അദ്ദേഹം അഭിമുഖം ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം ആദ്യം സംസാരിച്ചത് ഡിവിഷനിലെ പുതിയ അംഗമായ ടോം പാക്കറോടാണ്. ടീമിലെ മറ്റൊരു വ്യക്തി ഷോപ്പിംഗ് സെന്റർ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയായ അലക്സ് വിൻസ്റ്റൺ ആയിരുന്നു. സോംബി വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയാണെന്നാണ് അലക്സ് വിശ്വസിച്ചിരുന്നത്. ജിമ്മി പിന്നാലെ ടീമിലെ ഏക പെൺകുട്ടിയായ റോസ് മാത്യൂസിനെ പരിചയപ്പെടുത്തി. അവൾ മുമ്പൊരു നഴ്സായിരുന്നു. ഭർത്താവിനൊപ്പം ജോലി ചെയ്തിരുന്നു. പക്ഷേ ഭർത്താവ് സോംബി വൈറസ് ബാധിച്ച് മരിച്ച ശേഷം എല്ലാ സോംബികളെയും നശിപ്പിക്കാൻ അവൾ ആ പ്രത്യേക സേനയിൽ ചേർന്നതുമാണ്. പ്രത്യേക സേനയിലെ മറ്റൊരു ടീം അംഗം ഒമർ ഫെർണാണ്ടസ്. അദ്ദേഹം മുമ്പൊരു സാധാരണക്കാരനായിരുന്നു. ക്വാറന്റൈൻ സോണിനടുത്തുള്ള ഒരു കട കൊള്ളയടിച്ചതിന് അദ്ദേഹം അറസ്റ്റിലായി. വീട്ടിലെ ഭക്ഷണം മൊത്തത്തിൽ തീരുമെന്ന ഘട്ടത്തിൽ ഭക്ഷണമെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചതായിരുന്നു. ഒമറിന്റെ മുമ്പിലേക്ക് 2 വഴികൾ വെക്കപ്പെട്ടു. ഒന്നുകിൽ 15 വർഷം ജയിലിൽ കഴിയുക, അല്ലെങ്കിൽ 2 വർഷത്തെ കവർ ഡിവിഷനിൽ ചേരുക. ഒമർ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. അടുത്ത വ്യക്തി അടുത്ത മെമ്പർ ട്രെന്റ് പാർക്കർ ആയിരുന്നു. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ച മുൻ സൈനികനായി അദ്ദേഹത്തിന് ടീമിലെ മറ്റാരെക്കാളും പരിചയസമ്പത്തുണ്ടായിരുന്നു. വൈകാതെ ഏവരും തയ്യാറായി. അവർക്കാദ്യത്തെ മിഷൻ വന്നിരുന്നു. നഗരത്തിൽ നിന്ന് കുറച്ചകലെയുള്ള ഒരു ഫാമിൽ സോംബികളെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ട് അവർക്ക് ലഭിച്ചിരുന്നു. അവർ ട്രക്കിൽ കയറി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെന്നു. അവർ അവിടെ എത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ആരോ മരണം നിന്നവർക്കെതിരെ വെടിയുതിർക്കാൻ തുടങ്ങി. ഒരു ഷൂട്ടൌട്ട് തന്നെ നടന്നു. ഒടുവിൽ സാർജും സംഘവും അകത്തേക്ക് കയറി അക്രമികളിൽ ഒരാളെ കീഴ്പ്പെടുത്തി. അവർ അതിനകം പരിശോധിച്ചപ്പോൾ അതിനുള്ളിലുണ്ടായിരുന്നത് സോംബികളല്ല, മറിച്ച് ബന്ദികളാക്കപ്പെട്ട സാധാരണ മനുഷ്യരാണ് എന്നവർ തിരിച്ചറിഞ്ഞു.
എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാൻ സർജ ബന്ദികളാക്കപ്പെട്ട സ്ത്രീകളിൽ വ്യക്തികളിൽ ഒരാളെ നിർബന്ധിച്ചു. പക്ഷേ അയാളിൽ നിന്ന് കേട്ട മറുപടി അക്ഷരാർത്ഥത്തിൽ അവരെ ഞെട്ടിച്ചിരുന്നു. സോംബിയായി മാറിയ സഹോദരനെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അയാളെ മട്ടുപ്പാവിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് കേട്ട ഉടനെ അവർ ഡിവിഷൻ സമയം കളയാതെ ആ സോംബിയെ കണ്ടെത്താൻ വീട്ടിലേക്ക് ഇടിച്ചു കയറി. എന്നാൽ മട്ടുപ്പാവിൽ നല്ല ഇരുട്ടായതിനാൽ അതിനെ പിടികൂടാൻ അവർ പാടുപെട്ടു. ഒരു ഘട്ടത്തിൽ സോംബി മുകളിലേക്ക് കയറിയെത്തിയിരുന്ന ടോമിന്റെ കയ്യിൽ കടിച്ചു. എങ്കിലും സർജ് കൂടുതൽ കരുത്തനായിരുന്നതിനാൽ ഒരൊറ്റയടിയിൽ സോംബിയെ വേഗത്തിൽ കീഴ്പ്പെടുത്തി. പിന്നീട് സോംബിയുടെ മൃതദേഹവും സങ്കടകരമെന്ന് പറയട്ടെ മരണമടഞ്ഞ ടോമിനെയും കൈകാര്യം ചെയ്യാൻ സർജ് ക്ലീനപ്പ് ടീമിനെ വിളിച്ചു. അവിടുത്തെ ദൗത്യം പൂർണ്ണമായതും ടീം തങ്ങളുടെ ആസ്ഥാനത്തേക്ക് മടങ്ങി. ഇതിനിടയിൽ അവർക്കൊരു സന്ദേശം ലഭിച്ചു. സോംബികളെ നിറച്ചുകൊണ്ട് കടന്നുപോകുന്നു എന്ന് സംശയിക്കുന്ന ഒരു കണ്ടെയ്നർ ട്രക്ക് അവരുടെ അടുത്തുണ്ട്. അത് പരിശോധിക്കണം. അവർ വേഗത്തിൽ ആ സ്ഥലത്തേക്ക് പാഞ്ഞു. ട്രക്ക് കണ്ടെത്തി. ട്രക്ക് തടഞ്ഞ് ഡ്രൈവറെ പുറത്തിറക്കി ബലമായി ട്രക്കിനകത്ത് എന്താണ് എന്ന തരത്തിൽ അവർ ഡ്രൈവറോട് ചോദ്യങ്ങൾ ചോദിച്ചു. താൻ നഗരത്തിലേക്ക് DVD പ്ലെയറുകൾ കൊണ്ടുപോവുകയാണ് എന്നായിരുന്നു ഡ്രൈവറിന്റെ മറുപടി. പക്ഷേ അതത്ര ശരിയാണെന്ന് അവർക്ക് തോന്നിയതുമില്ല. അവർ പൂർണ്ണ സജ്ജീകരണത്തോടെ കണ്ടെയ്നർ തുറന്നു. നോക്കുമ്പോൾ അതിനകത്ത് ഡസൻ കണക്കിന് സോംബികളാണ്. പുറത്തേക്ക് ചാടിയ സോംബികൾ അവരെ ആക്രമിക്കാൻ തുടങ്ങി. ഷൂട്ടൌട്ടുകൾ ആരംഭിച്ചു. എല്ലായിടത്തും പരിഭ്രാന്തി പടർന്നു. തുടർച്ചയായി വരുന്ന സോംബികളുടെ വലിയ കൂട്ടത്തെ നേരിടാൻ അവർ ഡിവിഷൻ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ സർജ് ഉണർന്നു പ്രവർത്തിച്ചു. സർജ് കണ്ടെയ്നറിലേക്ക് ഒരു RPG തൊടുത്തുവിട്ടതോടെ വലിയൊരു സ്ഫോടനം തന്നെ നടന്നു. സോംബികളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ അവർക്ക് കഴിഞ്ഞു. ആ സോംബികൾ ഉയർത്തെഴുന്നേൽക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ സർജും സംഘവും വീണുകിടന്ന ഓരോ സോംബിയുടെയും തലക്ക് തന്നെ വെടിവെച്ചു. ഒരൊറ്റ സോംബിയെപ്പോലും ഒഴിവാക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. കാരണം അങ്ങനെ സംഭവിച്ചാൽ 5 വർഷം മുമ്പ് ക്വാറന്റൈൻ സോണിലുണ്ടായ അതേ ദുരന്തം വീണ്ടും അവിടെ സംഭവിച്ചേക്കാം. ക്വാറന്റൈൻ സോണിൽ നിന്ന് അതിജീവിച്ച ചിലർ ടിവിയിൽ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞത് സോംബി വൈറസ് വെറും മിനിറ്റുകൾക്കുള്ളിൽ വളരെ വേഗത്തിൽ പടരുമെന്നാണ്. ഒരു സോംബി ഔട്ട് ബ്രേക്ക് സംഭവിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും സോംബികളായി മാറുമത്രേ. സർക്കാർ ക്വാറന്റൈൻ സോണിന് ചുറ്റും വലിയ മതിൽ പണിതതു മുതൽ സൈനികർക്കല്ലാതെ മറ്റാർക്കും അകത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഇക്കാരണത്താൽ അവിടെ ഇനിയും ആയിരക്കണക്കിന് സോംബികളുണ്ടോ ഇല്ലയോ എന്നൊന്നും ആളുകൾക്ക് ശരിക്കും അറിയുകയുമില്ല. ഒരു ദിവസം അവർ ഡിവിഷൻ താവളത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ക്ലീനപ്പ് ടീമിലെ ഗ്വിന്നിന്റെ കയ്യിൽ ഒരു മുറിവ് ശ്രദ്ധിച്ചു. അയാൾക്ക് രോഗബാധയില്ലെന്ന് ഉറപ്പാക്കാൻ 24 മണിക്കൂർ അദ്ദേഹത്തെ ക്വാറന്റൈൻ മുറിയിലേക്ക് മാറ്റി. മറുവശത്ത് ഉദ്യോഗസ്ഥർ കണ്ടെയ്നർ ട്രക്ക് ഡ്രൈവറെ ചോദ്യം ചെയ്യുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ ട്രക്ക് ഡ്രൈവർ ജൂദാസ് പ്രോജക്റ്റ് എന്നു പേരിൽ വിളിക്കുന്ന ഒരു പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞു. ഒരു സംഘത്തെപ്പറ്റിയും. ആ സംഘം സോംബികളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അവർ ക്വാറന്റൈൻ സോണിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. വിവരം മറന്നതും ടീം അത് സർക്കാരിനെ ധരിപ്പിച്ചു. സർക്കാർ ജൂദാസ് പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ കണ്ടെത്താനായി അവർ ഡിവിഷനിൽ നിന്നുള്ള ടീമേറ്റിനെ ക്വാറന്റൈൻ സോണിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. പക്ഷേ ക്വാറന്റൈൻ സോൺ എത്രത്തോളം അപകടകരമാണ് എന്ന് സർജന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സർജന് അങ്ങോട്ടേക്ക് പോവാൻ താല്പര്യമില്ലായിരുന്നു. സർജന്റെ കുടുംബാംഗങ്ങളെല്ലാം അവിടെ വെച്ചായിരുന്നു മരണപ്പെട്ടത്. പക്ഷേ മുകളിൽ നിന്നുള്ള ഉത്തരവുകൾ നിഷേധിക്കാനും സാധിക്കില്ല. ഒടുവിൽ സർജന്റെ നേതൃത്വത്തിൽ തന്നെ ടീമേറ്റ് ക്വാറന്റൈൻ സോണിലേക്ക് പുറപ്പെട്ടു. വൈകാതെ അവർ അവിടെ എത്തിച്ചേർന്നു. അവരുള്ളപ്പോൾ ജൂദാസ് പ്രൊജക്റ്റിനെ കുറിച്ച് താൻ മുമ്പോ എന്തോ വായിച്ചിട്ടുണ്ട് എന്ന് അലക്സ് ഓർത്തെടുത്ത് പറഞ്ഞു. മറ്റുള്ളവരെക്കാൾ കരുത്തനായ ഒരു സവിശേഷ സോംബിയെ സൃഷ്ടിക്കാനായിരുന്നു അവർ ആ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. ടീം 8 മുമ്പ് അവർ ഡിവിഷനിൽ നിന്നുള്ള മറ്റൊരു സംഘത്തെ ക്വാറന്റൈൻ സോണിലേക്ക് അയച്ചിരുന്നെങ്കിലും അവർ ഒരിക്കലും തിരിച്ചു വന്നിരുന്നില്ല. സോണിൽ പ്രവേശിച്ച അവർക്ക് നിലത്ത് ചിതറിക്കിടക്കുന്ന നിരവധി മനുഷ്യ ശരീരങ്ങൾ കാണാൻ കഴിഞ്ഞു. അവയ്ക്കിടയിൽ നിന്ന് ജൂദാസ് പ്രൊജക്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു നെയിം ടാഗും അവർക്ക് ലഭിച്ചു. ആ പദ്ധതി യാഥാർത്ഥ്യമാണെന്നതിന് വലിയ തെളിവായിരുന്നു അത്. മുന്നോട്ട് നടന്നവർ ഇരുളടഞ്ഞ ഒരു ഇടനാഴിയിലേക്ക് എത്തിച്ചേർന്നു. പെട്ടെന്ന് എല്ലാ വശങ്ങളിൽ നിന്നും സോംബികൾ അവരെ വളഞ്ഞു. പ്രത്യാക്രമണം നടത്തുകയല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. ശക്തമായ ഏറ്റുമുട്ടൽ സോംബികളെ പരാജയപ്പെടുത്തിയെങ്കിലും പോരാട്ടത്തിനിടയിൽ പാർക്കർക്ക് കടിയേറ്റ വിവരം കുറച്ച് വൈകിയായിരുന്നു അവർ തിരിച്ചറിഞ്ഞത്. പാർക്കർ ഒരു സോംബിയായി മാറുന്നത് തടയാൻ ടീമിലെ ശാന്തനായ ആദം വെടിയുതിർക്കാൻ ശ്രമിച്ചു. പക്ഷേ പാർക്കർ തോക്കെടുത്ത് ആദത്തെ തിരിച്ച് വെടിവെക്കുകയായിരുന്നു ചെയ്തത്. നിമിഷങ്ങൾക്കകം രണ്ടുപേരും മരണത്തിന് കീഴടങ്ങി. വെടിയുച്ച കേട്ട് കൂടുതൽ സോംബികൾ അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടാൻ ആരംഭിച്ചു. സോംബികൾ അവിടെ വളയുന്നതിനു മുമ്പ് അവിടെ നിന്ന് മാറാൻ സർജ സംഘത്തിന് നിർദ്ദേശം നൽകി. മുമ്പോട്ടേക്ക് പോയവർ കാലുകളില്ലാത്ത നിരവധി മൃതദേഹങ്ങൾ കണ്ട് പരിഭ്രമിച്ചു. സാഹചര്യങ്ങൾ പരിശോധിച്ച സർജ് അവിടെ സോംബികളായ നിരവധി കുട്ടികൾ കാണപ്പെടാമെന്നും അത്തരം സോംബികൾ മനുഷ്യരുടെ കാലുകൾ മാത്രമാണ് ഭക്ഷണമാക്കാറുള്ളതെന്നും സൂക്ഷിക്കണമെന്നും എടുത്തു പറഞ്ഞു. ഇതിനിടയിൽ ഒരാൾ ഒരു അലമാര തുറന്നു. അതിനുള്ളിൽ നിന്ന് ഒരു കൂട്ടം കുട്ടി സോംബികൾ
സോംബികൾ അവർക്ക് നേരെ ചാടി വീണു. അസാമാന്യ വേഗതയുള്ള അവരോട് പോരാടാൻ ടീം അംഗങ്ങൾ വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു. ഈ സംഘർഷത്തിനിടയിൽ അലക്സിന്റെ കാലിലും കടിയേറ്റു. തനിക്കിനി രക്ഷപ്പെടാനാവില്ലെന്ന് ഉറപ്പായ അലക്സ് കുട്ടി സോംബികളുടെ ശ്രദ്ധ തിരിക്കാൻ തീരുമാനിച്ചു. അതുവഴി മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അവനത് വിളിച്ചു പറയുകയും ചെയ്തു. ടീമിനെ സുരക്ഷിതമാക്കാൻ അവർ മാറുന്നതും സോംബികളോടൊപ്പം സ്വയം പൊട്ടിത്തെറിക്കാനായിരുന്നു അലക്സിന്റെ തീരുമാനം. ഇതേ സമയം കൂടെയുള്ളവരുടെ എണ്ണം കുറയുന്നത് കണ്ട റോസ് കൂടുതൽ സഹായം വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ അലക്സിന്റെ തോക്ക് കൈവശപ്പെടുത്താൻ ജിമ്മിയോട് പറഞ്ഞു. ജിമ്മി അത്തരത്തിൽ പ്രവർത്തിച്ചു. വൈകാതെ സ്ഫോടനവും നടന്നു. പക്ഷേ സോംബികൾക്ക് തീ പിടിച്ചിട്ടും അവർ ആക്രമണത്തിനായി അവരുടെ പിന്നാലെ ഓടിയെത്തുന്നുണ്ടായിരുന്നു. ഫയർ സോംബീസ്. അതും പോരാതെ ആ ശബ്ദം കേട്ട് വിവിധ ദിക്കുകളിൽ നിന്ന് നൂറുകണക്കിന് സോംബികൾ അങ്ങോട്ടേക്ക് ഇരച്ചെത്തി. അതോടെ അവർക്കെതിരെ എല്ലാം നിന്ന് ടീമിന് പോരടിക്കേണ്ടി വന്നു. സോംബികളുടെ എണ്ണം കൂടി വന്നപ്പോൾ കെട്ടിടത്തിനുള്ളിലേക്ക് തന്നെ മടങ്ങി മറ്റൊരു വഴി കണ്ടെത്താൻ സർജൻ നിർദ്ദേശിച്ചു. ദൗർഭാഗ്യവശാൽ ആ ബഹളത്തിനിടയിൽ ഒമറിന് രക്ഷപ്പെടാനായില്ല. 2 ഫയർ സോംബികൾ അയാളെ ആക്രമിച്ചു കീഴടക്കി. ഇടനാഴിയുടെ അറ്റത്തെത്തിയപ്പോൾ വാതിൽ പൂട്ടിയിരിക്കുന്നതായിരുന്നു സർജ് കണ്ടത്. അയാൾ വല്ലാതെ നിരാശനായി. അതോടെ എല്ലാം അവസാനിച്ചു എന്ന് സർജ് കരുതി. കീഴടങ്ങാൻ തീരുമാനിച്ച് സർജും റോസും തങ്ങളുടെ യുദ്ധസാമഗ്രികൾ അഴിച്ചുവെക്കാൻ ആരംഭിച്ചു. പെട്ടെന്നായിരുന്നു അപ്രതീക്ഷിതമായി അവിടെയുള്ള ഒരു വാതിൽ ഒരാൾ തുറന്നത്. സോംബികൾ എത്തുന്നതിന് മുമ്പ് അവരോട് അകത്തേക്ക് കടക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. ലാങ്ഫോർഡ് എന്നായിരുന്നു ആ മനുഷ്യന്റെ പേര്. അദ്ദേഹം അവരെ കൊണ്ടെത്തിച്ചത് ജൂദാസ് പ്രോജക്റ്റിന്റെ ലബോറട്ടറിയിലേക്കാണ്. അയാൾ സർജനോടും റോസിനോടും മറ്റും സംസാരിച്ചു. താൻ മുമ്പ് ലബോറട്ടറിയിൽ ജോലി ചെയ്തിരുന്നയാളാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. എന്തായിരുന്നു ജൂദാസ് പ്രോജക്റ്റ് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പ്രത്യേക കഴിവുകളുള്ള ഒരു ആൽഫ സോംബിയെ സൃഷ്ടിക്കാനായിരുന്നു ജൂദാസ് പ്രോജക്റ്റ് കൊണ്ട് അവർ ലക്ഷ്യം വെച്ചത്. അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന സോംബികൾക്കെതിരെ തന്നെ തിരിച്ച് സോംബികളെ കൊണ്ട് തന്നെ സോംബികളെ തടയാനുള്ള ഒരു പദ്ധതിയായിരുന്നു അത്. പക്ഷേ ലബോറട്ടറിയിലെ പരീക്ഷണം നല്ല രീതിയിൽ മുന്നിട്ട് പോകുന്നതിനിടയിൽ കഴിവുകളൊക്കെ കൊടുത്ത എൽവിസ് എന്ന ആൽഫ സോംബി ശാസ്ത്രജ്ഞർക്കെതിരെ തിരിഞ്ഞു. ശാസ്ത്രജ്ഞരെ എൽവിസ് ആക്രമിച്ചു. അതോടെ പരീക്ഷണം പരാജയപ്പെട്ടു. സാധാരണ സോംബികളെക്കാൾ ബുദ്ധിയുള്ള എൽവിസ് സ്വന്തമായി ഒരു സോംബിപ്പട തന്നെ രൂപീകരിച്ചു. സോംബികളുടെ ഒരു ആർമി. ഇതിനെ ലാങ്ഫോർഡ് ആർമി ഓഫ് ദ ഡെഡ് അഥവാ മരിച്ചവരുടെ സൈന്യം എന്നായിരുന്നു വിളിച്ചത്. എൽവിസ് തന്റെ സൈന്യത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എൽവിസിനെ ഇനിയും വെറുതെ വിട്ടാൽ അവൻ വലിയൊരു സൈന്യത്തെ തന്നെ വാർത്തെടുക്കുമെന്നും അതോടെ മനുഷ്യകുലം അവസാനിക്കും എന്നും ലാങ്ഫോർഡ് ഭയപ്പെട്ടിരുന്നു. അപ്പോഴാണ് സർജന കാര്യം വ്യക്തമാകുന്നത്. കണ്ടെയ്നർ ട്രക്കിലുണ്ടായിരുന്ന സോംബികളെ എൽവിസ് ബോധപൂർവം അയച്ചതാണ്. മനുഷ്യകുലം അത്രമേൽ അപകടകരമായ ഒരു സിറ്റുവേഷനിലേക്ക് നീങ്ങുകയായിരുന്നു. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ജിമ്മി ഒരു ഡ്രോൺ ഉപയോഗിച്ച് തങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തെത്തിക്കാനും എൽവിസിനെ കുറിച്ചും സോംബി സൈന്യത്തെക്കുറിച്ചും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും പദ്ധതിയിട്ടു. പക്ഷെ അതിനാദ്യം ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തു കടക്കണം. ലാങ്ഫോർഡ് അവരെ വഴി നടത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു സബ്വേ ടണലിലൂടെ മുമ്പോട്ടേക്ക് നയിച്ചു. ഇരുളടഞ്ഞ ഇടനാഴിയിലൂടെ നീങ്ങുന്നതിനിടയിൽ സോംബികൾ പെട്ടെന്ന് ആക്രമിച്ചെങ്കിലും ഭാഗ്യവശാൽ ആർക്കും പരിക്കേറ്റില്ല. അവർ പുറത്തെത്താറായപ്പോൾ എൽവിസ് മറ്റു സോംബികൾക്ക് നിർദ്ദേശം നൽകുന്നത് അവർ നേരിട്ട് കണ്ടു. ആ സമയത്ത് എൽവിസ് തങ്ങളെ പിടികൂടിയാൽ ഒരിക്കലും ക്വാറന്റൈൻ സോണിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ലാങ്ഫോർഡ് അവർക്ക് താക്കീത് കൊടുത്തു. പക്ഷേ എൽവിസ് എത്രത്തോളം അപകടകാരിയാണ്, അവിടെ നടക്കുന്നത് എന്താണ് എന്നത് സർക്കാരിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നമുക്ക് കൂടുതൽ തെളിവുകൾ വേണം എന്നായിരുന്നു സാർജന്റെ വാദം. പിടിയിലാകുമെന്ന് ഭയന്ന ലാങ്ഫോർഡ് ആദ്യം സഹായിക്കാൻ മടിച്ചെങ്കിലും സുരക്ഷിതമായി അദ്ദേഹത്തെ പുറത്തെത്തിക്കാമെന്ന സർജന്റെ ഉറപ്പിന്മേൽ എൽവിസിന്റെ പ്രവർത്തനങ്ങളുടെ കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനായി അവരെ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകാം എന്ന് അദ്ദേഹം സമ്മതിച്ചു. അവിടെ എത്തിയവർ എൽവിസ് അണിനിരത്തിയ ഭീമാകാരമായ സോംബി സൈന്യത്തെ കണ്ട് അക്ഷരാർത്ഥത്തിൽ അമ്പരന്നു പോയി. അത് വെറും കുറച്ച് പേരായിരുന്നില്ല, 10,000-കണക്കിന് സോംബികളായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവർ അവിടെയുള്ള വിവരം സോംബികൾ തിരിച്ചറിഞ്ഞു. സർജനും സംഘത്തിനും അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു. പാവം ലാങ്ഫോർഡിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. വേലിക്കപ്പുറത്തുണ്ടായിരുന്ന സോംബികൾ അയാളെ പിടികൂടി. പുറത്ത് കാത്തു നിൽക്കുന്ന വൈൻ സൈന്യത്തെ വെട്ടിച്ച് മുന്നോട്ടേക്ക് പോവുക അസാധ്യമാണെന്ന് സാർജ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതോടെ ലാങ്ഫോർഡിന്റെ ഒളിത്താവളത്തിലേക്ക് തന്നെ അയാൾ മടങ്ങി. അവിടെ ചെന്ന് മറ്റൊരു വഴി തേടാനായിരുന്നു സർജന്റെ തീരുമാനം. പക്ഷേ ലബോറട്ടറിയിലൂടെ കടന്നു പോകവേ കൂടുതൽ സോംബികൾ അവരെ ആക്രമിച്ചു. ആ ബഹളത്തിനിടയിൽ റോസ് കെട്ടിടത്തിന്റെ പുറത്തേക്ക് തെറിച്ചു വീണു. സർജനെ സോംബിക്കൂട്ടം വളയുന്നതും അദ്ദേഹം അതിൽ കീഴടങ്ങുന്നതുമായ അവസാന നിമിഷങ്ങൾ ജിമ്മി തന്റെ ക്യാമറയിൽ ഭയത്തോടെ പകർത്തി.
പക്ഷേ എൽവിസ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. എൽവിസ് ജിമ്മിയെ പിടികൂടി കൊലപ്പെടുത്തി. പിന്നാലെ റോസിനെയും കൊല്ലാൻ വേണ്ടി എൽവിസ് ശ്രമിച്ചെങ്കിലും എൽവിസിനെ കൊന്നുതള്ളി അവിടെ നിന്ന് ഒരു തരത്തിൽ റോസ് രക്ഷപ്പെട്ടു. ആഴ്ചകൾ മുന്നോട്ടേക്ക് കടന്നുപോയി. സോംബി സൈന്യം ക്വാറന്റൈൻ സോൺ തകർത്തതായും പുറത്തു കടന്നതായും ഒരു വാർത്താവതാരകൻ റിപ്പോർട്ട് ചെയ്തു. സോംബികൾ നഗരം മുഴുവൻ അതിവേഗം കീഴടക്കിയിരുന്നു. എല്ലായിടത്തും പരിഭ്രാന്തി പടരാൻ ആരംഭിച്ചു. സോംബി സൈന്യത്തിന്റെ ഈ ആക്രമണം കാരണം 80% വരുന്ന ആളുകൾ വൈറസ് ബാധിതരായി മാറി. മനുഷ്യരാശി അതീവ ഗുരുതര അപകടത്തിലേക്ക് കടന്നു. എന്നിരുന്നാലും റോസ് ക്വാറന്റൈൻ സോണിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. സോംബികളിൽ നിന്ന് പ്രതിരോധിക്കാൻ ഒരു കോട്ട പണിയുന്നതിൽ മറ്റ് സൈനികരെ അവർ നയിച്ചു. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുൾപ്പെടെയുള്ള അതിജീവിച്ചവരിൽ കുറച്ചുപേരെ അവർ അവിടെ സംരക്ഷിച്ചു. അതോടൊപ്പം ഈ മഹാമാരിയെ തടയാൻ ശാസ്ത്രജ്ഞരെ സംഘടിപ്പിച്ച് ഒരു വാക്സിൻ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. റോസിനും സംഘത്തിനും വാക്സിൻ വികസിപ്പിച്ച് ലോകത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ, ഇല്ലെങ്കിൽ സോംബികൾ ഈ ലോകം കീഴടക്കുമോ എന്നൊന്നും പറഞ്ഞു വെക്കാതെ നടക്കുന്ന സംഭവങ്ങൾ ഭീമാകാരമായ ഒരു ദൃശ്യത്തിൽ നിർത്തിക്കൊണ്ട് രണ്ടാം ഭാഗത്തിന് തുടക്കമിട്ട് ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.